ഹലോ, എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്പൈസി നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? അതുപോലെ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ മിഡ് പോയിൻ്റ് ഹൗസ് എന്നുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം നൂഡിൽസ് വേവിക്കുന്നതിനായി ഒരു പാനിൽ 1/2 ലിറ്റർ വെള്ളം തിളയ്ക്കാനായി വെക്കുക. വെള്ളം തിളച്ചു വരുമ്പോൾ 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 പാക്കറ്റ് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെച്ച് നൂഡിൽസ് നന്നായി വെള്ളത്തിലോട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് എന്തിനെന്ന് വെച്ചാൽ നൂഡിൽസ് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മേൽഭാഗം ചിലപ്പോൾ വെന്ത് കിട്ടൂല. ഇനി ഒരു 15 മിനിറ്റ് നൂഡിൽസ് വേവുന്നതിനായി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നൂഡിൽസ് വെന്തോ എന്ന് നമുക്ക് നോക്കാം. നൂഡിൽസ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി വെള്ളം നന്നായി ഒന്ന് വാർത്തെടുക്കാം. വെള്ളം നന്നായി വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് തണുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇതിനുള്ള മസാല റെഡിയാക്കാം. അതിനായി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ റോ ഫ്ലേവർ മാറുന്നതിനായി ഒരു 5-10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒരു 3 സെക്കൻഡെങ്കിലും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളിയുടെ കളർ ചെറുതായി ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡോ യെല്ലോയോ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 തക്കാളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇത് സ്പൈസി നൂഡിൽസ് ആയതുകൊണ്ടാണ് 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ, മല്ലിയില ചോപ്പ് ചെയ്തത് 2 ടീസ്പൂൺ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അവസാനമായി 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ടോട്ടൽ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. അതായത് നൂഡിൽസ് വേവിക്കാൻ വെച്ചപ്പോൾ 1/2 ടീസ്പൂൺ, ഇപ്പോൾ 1/2 ടീസ്പൂൺ, അങ്ങനെ ടോട്ടൽ 1 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് മസാലയിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. ഇനി വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസ് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നൂഡിൽസ് നന്നായി ഒന്ന് ഇളക്കി മസാലയുമായി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ദാ നോക്കൂ, ഈ രീതിയിലാണ് മസാലകളെല്ലാം മിക്സ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള സ്പൈസി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അവസാനമായി ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചീസ് ചോപ്പ് ചെയ്തതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ സ്പൈസി നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.